അപ്പോഴേ ഇന്ന് കെട്ടിയിൽ നിന്ന് കുറച്ച് പള്ളത്തി കിട്ടിയേട്ടാ. അപ്പോൾ ഞാനത് വെട്ടി തേച്ച് കഴുകി കുറച്ച് വറുത്തു. പിന്നെ കുറച്ച് ഞാൻ തക്കാളിയൊക്കെ ഇട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളിയാണ് ചതച്ചതാണ്, അതിട്ട് കൊടുക്കാം. നല്ല പച്ചപ്പള്ളത്തിയായിരുന്നു കേട്ടോ, ചത്തിട്ടില്ലായിരുന്നു. കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ വെട്ടി റെഡിയാക്കി എടുത്തു. അപ്പോൾ ആയാലും കറിക്കൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വെട്ടി കുറച്ച് തിളപ്പിക്കാം, കുറച്ച് വറുക്കാൻ പുരട്ടി വറുത്തു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചി, അതും ചതച്ചതാണ്, ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടട്ടെ. ഇവിടെ ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒപ്പം 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ്, ഉണ്ടമുളകാണ്, പള്ളത്തി കുറവാണ്. 2 പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു പൊടിക്ക് പൊടിക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണിത്. ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. മുളക് മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പുളിക്കായിട്ട് അതാണ് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ പള്ളത്തിക്ക് ചാറ് വളരെ കുറവായിട്ടേ എടുക്കുകയുള്ളൂ, എന്നാലേ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചാറൊന്നും അല്പമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാറ് തിളച്ചാന്ന് നോക്കാം. ചാറൊക്കെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതാണ് കേട്ടോ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന പള്ളത്തി. ഒരുവിധം നല്ല വലിയ പള്ളത്തിയായിരുന്നു. പള്ളത്തി ഇട്ട് കൊടുക്കാം. പള്ളത്തിക്ക് വലിയ വേവില്ല, ഒന്ന് തിളച്ചാൽ വേകുന്ന സംഭവമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പള്ളത്തി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മുക്കിയിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ മൂടി വെക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അധികം ആയിട്ടുണ്ട്. പള്ളത്തിയൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്പം ചാറേ ഉള്ളൂ. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഇത് റെഡിയാവും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പള്ളത്തി റെഡി ആയിട്ടുണ്ട്. പച്ചപ്പള്ളത്തിയായിരുന്നു, ഫ്രഷായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ കയ്യിൽ വേപ്പില ഇല്ലായിരുന്നു കേട്ടോ, വേപ്പില ഇട്ടിട്ടില്ല. അത് കാരണം ഞാൻ വേപ്പില തന്നെ ഉപയോഗിക്കുന്നത്. വേപ്പില തീർന്നു പോയി. അപ്പോൾ ഞങ്ങളുടെ പള്ളത്തി എങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ.